ഇനി നമ്മൾ 60-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് ഭഗവാൻ കൃഷ്ണനും രുക്മിണീ ദേവിയും ഒരു കലഹത്തിന്റെ കഥ പറയുന്നത്. അതെല്ലാവർക്കും അറിയാം കലഹം. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണൻ രുക്മിണീ ദേവിയുടെ അടുത്തിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയും, കുടുംബകാര്യങ്ങളൊക്കെ. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറയാ രുക്മിണീ ദേവിയോട്, ദേവി സത്യത്തിൽ എന്നെ കല്യാണം കഴിച്ചത് ഒരു ഭാഗ്യക്കേടായി. ഒന്നാമത് ഇപ്പൊ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നു. പണ്ടത്തെ പോലെ ദേവിയോടെല്ലാം ചോദിച്ച് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാര്യം നോക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഗ്ലാസ് കൊള്ളെടുക്കൂ, ഒരു കാപ്പി എടുക്കൂ എന്നൊക്കെ ദേവിയോട് പറയും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ചൂക്കെന്ന് പറയുമ്പോഴേക്കും വെള്ളം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവിടെ മത്സരിക്കുകയാണ് ഓരോരുത്തർ. അതുകൊണ്ട് ദേവിക്ക് ഒരു അറ്റൻഷൻ ഒന്നും കിട്ടണില്ല. എനിക്കറിയാം ദേവി വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ദേവി ഒരു കാര്യം ചെയ്യൂ, വിഷമിക്കണ്ട. പണ്ടൊരുത്തന്റെ കൂടെ കല്യാണം കഴിക്കാനായിരുന്നല്ലോ ജ്യേഷ്ഠൻ തീരുമാനിച്ചത്. ആരുടെ കൂടെ? ആ ശിശുപാലൻ ഇപ്പോഴും പഴയ കല്യാണക്കത്ത് വീശിയിട്ടാണ് അത്രേ ചൂട് വരുമ്പോ ഇരിക്കുന്നത്. ദേവി ഒരു കാര്യം ചെയ്യൂ, ആ കല്യാണ സാരിയൊക്കെ ചുറ്റിക്കോളൂ, ഞാൻ ശിശുപാലന്റെ അവിടെ കൊണ്ടുവിട്ടോളാം. ഇത്രയുള്ളൂ കാര്യം. ദേവി എവിടെ കൊണ്ടുവിടുന്നു? ശിശുപാലന്റെ. അയാൾ ആ കല്യാണക്കത്തും വീശിയിരിക്കുകയാണ് അത്രേ. ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ദേവി വരുന്ന. ഈ പലർക്കും പല പ്രതീക്ഷയുണ്ടാവും. പലർക്കും എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? മനുഷ്യൻ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ആണോ? ഞാൻ വിചാരിച്ചു മനുഷ്യർക്ക് മാത്രമേ പ്രതീക്ഷ ഉള്ളൂ. ഒരിക്കലൊരു കുട്ടി കഥ പറഞ്ഞതാണ്. മനുഷ്യർക്ക് മാത്രമല്ല പ്രതീക്ഷ, കഴുതകൾക്കുണ്ടത്രേ. ആർക്ക്? ഒരു രാജാവിന് പണ്ടൊരു കുതിരയും കഴുതയുണ്ടായി. രാജാവ് കുറെ കാലത്തിന് ശേഷം കുതിരയും കഴുതയും വിറ്റു. കുതിരയെ വാങ്ങിച്ചത് ഒരു വലിയൊരു ബിസിനസ്സുകാരനാണ്, കഴുതയെ അലക്കുകാരനാണ്. ബിസിനസ്സുകാരൻ കുതിരയെ വാങ്ങിച്ച് അദ്ദേഹത്തിന് മകളുമുണ്ട്, മകനുമുണ്ട്. ഇവരൊക്കെ ആ കുതിര അത്ര ഇഷ്ടം. രാവിലെ തന്നെ കുതിരയ്ക്ക് കൊടുക്കുന്നത് കശുവണ്ടി പരിപ്പ്, ബദാം പരിപ്പ്. ഇതൊക്കെ കൂടെ കഴിച്ചാൽ കുതിര എങ്ങനെ ഇരിക്കും? വയറ് കൂട്ടിയിട്ടാണോ? നല്ല പ്രോട്ടീൻ വൈറ്റമിൻ ഒക്കെയാണ് ഈ കുതിര കഴിക്കുന്നത്. കഴുതയ്ക്കാണെങ്കിൽ അടിയോടടി. കിട്ടുന്ന പൈസ മുഴുവനാവും കള്ളു കുടിക്കും, അടി മുഴുവൻ കഴുത. ഭാര്യയായിട്ട് എന്നും വഴക്കാം. ആ ദേഷ്യത്തിന്റെ മുള തീർക്കുക. അങ്ങനെ ഇവന്റെ വീട്ടിൽ കള്ളു കുടിച്ച് അടിക്കുമ്പോഴൊക്കെ ഈ ഭാര്യ പറയും, ദുഷ്ടനായ മനുഷ്യൻ, നിങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കണേക്കാളും നല്ലത് ഈ കഴുതയുടെ കൂടെ ജീവിക്കുകയാണ്. ഇങ്ങനെ പറയും. കാലം കുറേ മുന്നോട്ട് പോയി. ഒരു ദിവസം അലക്കുകാരൻ ഇങ്ങനെ പുഴയുടെ തീരത്ത് അലക്കുമ്പോഴാണ് ഈ വലിയ സമ്പന്നൻ കുതിരയും കൊണ്ട് അവിടെ വരുന്നത്. കുതിരയ്ക്ക് വെള്ളം കുടിക്കാൻ. കുതിരയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി പഴയ ക്ലാസ്മേറ്റ്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളായിരുന്നു താനും ഈ കഴുതയും. ഓട്ടി വന്നു കഴുതയുടെ അടുത്തേക്ക്. അപ്പൊ കഴുതയ്ക്കും മനസ്സിലായി. കഴുതയെ കണ്ടപ്പോഴേ കുതിരയ്ക്ക് സങ്കടമായി. കാരണം എല്ലും തോലും നല്ല അട്ടി കിട്ടിയ പാടും. നിന്റെ ജീവിതം കഷ്ടാണല്ലേ. എന്റെ ജീവിതം നോക്ക് നീ. രാവിലെ തന്നെ ബദാം, പിന്നെ കാഷ്യൂ, എല്ലാ സാധനങ്ങളായിട്ട് അവര് വരുന്നത്. അതും മകനും മകളും മത്സരിക്കുകയാണ് എന്നെ തീറ്റിപ്പോറ്റ. നിന്റെ കാര്യം കഷ്ടായല്ലോ. അപ്പൊ കഴുത പറഞ്ഞു, നീ വിഷമിക്കേണ്ട എന്റെ കാര്യത്തിൽ. ഞാനും ഒരു പ്രതീക്ഷയോടുകൂടിയിട്ടായിരിക്കണത്. എന്താ പ്രതീക്ഷ എന്ന് വെച്ചു. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നും പറയും, ഇതിലും ഭേദം. അപ്പൊ ഒരു ദിവസം അവരെന്റെ കൂടെ ഇറങ്ങി വരുന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ആര്? അങ്ങനെയുള്ള കഴുതകളുണ്ടായിരിക്കാം. ഈ തരത്തിൽ മനുഷ്യർക്ക് മാത്രമൊന്നല്ല പ്രതീക്ഷ, മൃഗങ്ങൾക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എത്ര പ്രതീക്ഷ വെച്ചാലും ജീവിതം അതിൻ്റെതായ രീതിയിൽ പോവും, അല്ലേ? കൃഷ്ണൻ രുക്മിണീ ദേവിയോട് പറഞ്ഞു, ദേവിക്കൊരു മോഹം ഉണ്ടാവും, ഞാൻ കൂടെ ഉണ്ടാവും, ഞാൻ എപ്പോഴും ദേവിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തല്ലേ ദേവി, വിഷമിക്കണ്ട. എന്നാൽ വേറൊരാൾ ശരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ആര്? ശിശുപാലൻ. വസ്ത്രമൊക്കെ മടക്കും, കൊണ്ടുവിട്ടോളാം. ദേവി അത് കേട്ടതും തല ചുറ്റിട്ടും വീണു. ഉടനെ ഭഗവാൻ ഇത്തിരി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ദേവിയുടെ മുഖത്തൊക്കെ ഒഴിച്ച്, ദേവിയാണ് കണ്ണും തുറക്കുന്നില്ല. കാരണം ദേവിക്കൊരു പേടി, കണ്ണു തുറന്നാൽ എങ്ങാനും കൊണ്ടുവിട്ടാലോ.
അപ്പൊ ഭഗവാൻ കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ വെച്ചാൽ നമ്മൾ തമ്മിൽ ഒന്നുകൊണ്ട് യോജിക്കില്ല ദേവി. എന്തൊക്കെയാ യോജിക്കാത്തതിന് കാര്യം നിറം കൊണ്ട് ഒട്ടും പറ്റില്ല. ഭഗവാൻ കൃഷ്ണൻ നല്ല കറുകറുത്ത പറഞ്ഞു, കാർമയൊക്കെ പറഞ്ഞു. ദേവി വല്ല വെളുത്ത സുന്ദരിയാണ്. ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരുപാട് ആളുകൾ കൊട്ടാരത്തിലുണ്ട്. ദേവിക്കാണെങ്കിലോ ദേവിയുടെ കാര്യങ്ങളൊക്കെ ദേവി തന്നെ നോക്കണം. തോഴിമാരൊക്കെ നോക്കിയിരിക്കുന്നാലും കൂടുതൽ ദേവി തന്നെ നോക്കണം. ഇനി കൃഷ്ണനാണെങ്കിലോ കൃഷ്ണൻ പറയുന്നത് ഞങ്ങൾ അത്ര കുലമഹിമയെന്നുള്ളതല്ല. ദേവി വലിയ കുലമഹിമയ്ക്കുള്ള ആളാണ്. കൃഷ്ണന്റെ കുലത്തിന് ശാപമുണ്ട്. യയാതി പണ്ട് ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേവി കുലം കൊണ്ട് നോക്കിയാൽ ദേവി വലിയ കുലാണ്, ഞങ്ങളൊക്കെ താഴ്ന്ന കുലാണ്. പല കാര്യം സമ്പത്ത് കൊണ്ട് നോക്കിയാലും ദേവി സമ്പന്നയാണ്, ഞങ്ങൾക്ക് അത്രയൊന്നും സമ്പന്നയല്ല. പിന്നെ ദേവി മര്യാദയ്ക്കുള്ള കല്യാണമല്ല നമ്മൾ തമ്മിൽ. ഞാനാണെങ്കിൽ ഒളിച്ചും ചാടിയും വന്ന് തട്ടിക്കൊണ്ടുവന്ന കല്യാണമാണ്. ദേവിയാണെങ്കിൽ നല്ല കല്യാണം അർഹിക്കുന്നുമുണ്ട്. എല്ലാം ഒത്തിണങ്ങിയൊരു കല്യാണം. അതുകൊണ്ട് ദേവി പറ്റിയ അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചോളൂ, ശിശുപാലന്റെ അടുത്തേക്ക് പോവാൻ പുറപ്പെട്ടോളൂ. ദേവി ഒരു നിമിഷം അങ്ങനെ പകച്ചു നിന്നു. തന്നെ ശിശുപാലന്റെ അടുത്തേക്ക് കൃഷ്ണൻ കൊണ്ടുവിടും. ഉടനെ ഭഗവാൻ ദേവിയുടെ തലയൊക്കെ താഴെ വീട് കിടക്കല്ലേ, തന്റെ മടിയിൽ തലയൊക്കെ വെച്ച് ദേവിയുടെ തലയൊക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു, സത്യം പറയാലോ ദേവി, ഞാൻ ദേവിയെ വിഷമിപ്പിക്കാനല്ല ഇതൊന്നും പറഞ്ഞത്. ഞാനിതൊക്കെ പറയുമ്പോ ദേവി എങ്ങനെ പ്രതികരിക്കും, എന്നോട് എങ്ങനെ സംസാരിക്കും എന്നൊന്ന് കേൾക്കാനുള്ളൊരു മോഹം കൊണ്ടാണ് ദേവി ഞാനിങ്ങനെ പ്രൊവോക്ക് ചെയ്തത്. ഇത് കേട്ടപ്പോ ദേവി നോക്കിയോട്ടെ കണ്ണോണ്ട, ശരിയാണോ ഈ കള്ളം പറയുന്നത്? ഏറെക്കുറെ കുഴപ്പമൊന്നുമില്ല, കൃഷ്ണൻ അത്ര കൊണ്ടുവിടണം എന്നുള്ളൊരു വാശിയൊന്നുമില്ല. അതിന് ദേവി കൊടുക്കുന്ന മറുപടിയാണ് 60-ാം അധ്യായത്തിലെ സുന്ദരമായൊരു ഭാഗം. ആ ഭാഗം എനിക്ക് തോന്നുന്ന ഒരു കൗൺസിലിങ്ങിന് പറ്റിയൊരു സാധനമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഈ ഒരു ഭാഗം പഠിപ്പിക്കണം. 60-ാം അധ്യായം കരീജിത് അധ്യായം എന്ന് പറയും. ദശമസ്കന്ധത്തിലെ 60-ാം അധ്യായം. ഈ ഒരു ഭാഗം നിങ്ങൾ അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധ വെക്കണം. പെൺകുട്ടികൾ ഇതിനെക്കുറിച്ച് ഒന്ന് ശ്രദ്ധ വെക്കണം. ഇതൊരു നല്ല ഒരു കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഒരു പ്രചോദനമാണ്, ഒരു വലിയ ഒരു തിരിച്ചറിവ് എന്ന് പറയും. അതായത് നമുക്ക് വരാൻ പോകുന്ന ദുരിതങ്ങളെ മറികടക്കാനുള്ളൊരു മാർഗമാണ് ഈ പറയാൻ പോകുന്നത്. ആ ഭാഗം നമുക്ക് നോക്കാം. ദേവി പറയുന്ന ഒരു ഭാഗം 34-ാം ശ്ലോകം മുതൽ. രുക്മിണ്യുവാച. കണ്ടു നിങ്ങൾ? ഈ ഭാഗവത പുസ്തകമുള്ളവരൊക്കെ നോക്കാം ഞാൻ പറയണത്. നന്വേവമേതരവിന്ദ വിലോചനാ യദ്വൈ ഭവൻ ഭഗവതോ അസദൃശീ വിഭുംന ക്വസ്സേ മഹിമ്യപിരതോ ഭഗവന്ത്രദീശ ക്വാഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാത സത്യം ഭയാദിവ ഗുണേഭ്യ ഉരുക്രമന്തം ശേതേ സമുദ്ര ഉപലംബനമാത്ര ആത്മാ നിത്യം കദിന്ദ്രിയഗണേ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈ നപപതം വിദുതം തമുന്തം ത്വൽപാദപത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമതോ അനുയേ ഭവന്തം നിഷ്കിഞ്ചനോനനുഭവന്ന യതോസ്തി കിഞ്ചിൽ യസ്മൈ ബലിം ബലിപുജോ വിഹരന്ത്യജാദ്യാ നത്വാ വിദന്ത്യ സുതുബോന്ധകമാഢ്യതാന്താ പ്രേഷ്ടോ ഭവൻ ബലിഭുജോ ബലിഭുജാമഭിതേ വിദുഭ്യം തുടങ്ങിയ വരികളുണ്ട്. അത് വായിക്കാൻ പോയ സമയം ഒരുപാട്. ആദ്യം തന്നെ ദേവി പറയാണ് അസദൃശ്യാണ്. നോക്കൂ നിങ്ങൾ, യദ്വൈ ഭവാൻ ഭഗവതോ അസദൃശീ വിഭൂമ്ന.
ആ സദൃശി വാക്ക് വളരെ ശ്രദ്ധിക്കുക. ആ സദൃശി പറഞ്ഞാൽ ഒരാളെ പോലെ മറ്റൊരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇന്നുവരെ 100% പറ്റില്ല. ഇതൊരു ഒരു വലിയൊരു ശ്രദ്ധിക്കണം. ഇതൊരു മനസ്സിന്റെ ഒരു ട്രിക്കാണത്. ഒരാളിപ്പോ സ്നേഹം കാണിക്കുന്നു മറ്റൊരാളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളും ഒക്കെ ഈ കാര്യം ശ്രദ്ധിക്കണം. കുറെയൊക്കെ നമുക്ക് അഭിനയിക്കാം. ഈ അഭിനയം യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 100% മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറാൻ ഒരാൾക്കും, സത്യം പറയും, പറ്റുമോ? അപ്പൊ ഇന്ന് പല കുട്ടികളും അറിയുന്നില്ല പലരുടെയും സ്നേഹം അഭിനയമാണെന്ന്. ഈ അഭിനയത്തെ ഇവര് യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കുകയാണ്. പിന്നെ അത് യാഥാർത്ഥ്യം മറ്റൊന്നാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇവര് മെന്റലി പറയൂ. അപ്പൊ ഈ അഭിനയവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? സത്യം പറയുന്നത്. അപ്പൊ ദേവി ഇവിടെ പറയാണ്, കൃഷ്ണനിനെ എത്ര അഭിനയിച്ചാലും എനിക്കറിയാം മറ്റൊരാളെ പോലെ ഒരാൾക്കും ചിന്തിക്കാൻ പറയൂ സാധ്യമല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടോ? അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ, അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരാളുടെ കൂടെ ജീവിക്കലാണ് ജീവിതം. ആണോ? ഇപ്പൊ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ നിങ്ങൾ വിവാഹം എന്ന് പറയുന്നത് എന്താണ്? കൂടുമ്പോൾ ഭൂകമ്പമുള്ളതോ? എന്താണ് വിവാഹം? നിർവചനങ്ങളൊക്കെ നമുക്ക് പറയാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് വിവാഹം എന്നൊക്കെ. വാസ്തവത്തിൽ വിവാഹം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടുത്തെ ഒരു നിർവചന പ്രകാരം വ്യത്യസ്ത സ്വഭാവമുള്ള ഒരാളുടെ കൂടെ, ഇല്ലേ, വ്യത്യസ്ത സ്വഭാവമുള്ള ഒരാളുടെ കൂടെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതാണ് വിവാഹ ജീവിതം. ആണോ അല്ലയോ? ശരിയാണോ? അപ്പൊ അതിൽ എത്രമാത്രം ഒരാൾക്ക് അസ്വസ്ഥതകളില്ലാതെ ജീവിക്കാൻ സാധിക്കും? അതിനെന്താ വേണ്ടത്? അതിനൊരു ഉൾക്കരുത്ത് വേണം. എന്ത് വേണം? അത് വേണ്ടേ? അതിനാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ കരുത്ത് വേണം. ആ കരുത്തുണ്ടാവാനാണ് എവിടേക്കാ വീണ്ടും എത്തുക? എങ്ങനെ പൂച്ച എങ്ങനെ വീണാലും 4 കാലിലാണ്. അതുപോലെ നമ്മൾ എവിടെ എത്തിയാലും തിരിച്ചെവിടെ എത്തുന്നത്? 4 കാലിലോ? നിങ്ങളെന്താ ബീവറേജിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണോ? എവിടെ എത്തുന്നത്? കൃത്യനിഷ്ഠയും അനുഷ്ഠാനം. നമ്മുടെ 4 കാലം അതാണ്. അപ്പൊ മനോബലം ഉണ്ടാവണമെങ്കിൽ കൃത്യനിഷ്ഠയും, ഇത് കുട്ടികളെ പഠിപ്പിക്കണ്ടേ വാസ്തവത്തിൽ? പറയൂ. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് കൂടുതൽ പെൺകുട്ടികൾ മനസ്സിലാക്കണം. പെൺകുട്ടികൾ കുറച്ചുകൂടി സത്യസന്ധമായിട്ട് സ്നേഹിക്കും. കുറേ പേര്, എല്ലാവരും ഉണ്ടാവണമെന്നില്ല. ആൺകുട്ടികൾ കുറേയെങ്കിലും കാപട്യം കാണിക്കും. ഉണ്ടോ? പറയൂ. കള്ളത്തരം കാണിക്കും. അപ്പൊ നിങ്ങളുടെയൊക്കെ മക്കൾ തന്നെ നിങ്ങളോട് സ്നേഹം കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോ കാര്യസാധ്യ പൂജയാണെന്ന്. എന്തെങ്കിലും കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹവും കാര്യം കഴിഞ്ഞാലുള്ള സ്നേഹവും രണ്ടും രണ്ടാണോ? അതൊന്നും മിണ്ടാത്ത നിങ്ങൾ. അതിൽ കൂടുതൽ ഇത്തരം കാര്യസാധ്യ പൂജകൾ ആരാ ചെയ്യുക? ഇങ്ങനെ അഭിനയങ്ങൾ ആരാ കൂടുതൽ കാണിക്കുക? ആൺകുട്ടികളോ പെൺകുട്ടികളോ? ആൺകുട്ടികളോ. കാരണം അവരുടെ നേച്ചറിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഈ പാവം പെൺകുട്ടി ഹൃദയം കൊണ്ട് സ്നേഹിക്കും, മറ്റത് അഭിനയം കൊണ്ട് സ്നേഹിക്കും. പിന്നെ ഇത് വെറും അഭിനയമാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും തളരുന്നത് പെണ്ണാണ്. നമുക്ക് രാവണൻ വന്ന സീതയുടെ മുന്നിൽ അഭിനയിക്കുന്നു, അല്ലേ? അതോടുകൂടി സീതയുടെ കാര്യം തീരുമാനമായി. ആണോ അല്ലയോ? ഇതുപോലെ കൈകേയി ദശരഥന്റെ മുന്നിൽ വന്ന് അഭിനയിക്കുന്നു, ഉണ്ടോ ഇല്ലയോ?
ദശരഥൻ കാണിക്കുന്ന വാക്കുകൾ, പറയുന്ന വാക്കുകൾ നോക്കൂ നിങ്ങൾ. നിനക്ക് വേണ്ടി ഞാൻ കുറ്റവാളിയെ തുറന്നുവിടാം, നിനക്ക് വേണ്ടി ഞാൻ സത്യസന്ധനെ ജയിലിലിടാം. ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? വളരെ ഒരു രാജാവ് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ അഭിനയത്തിൽ അങ്ങോട്ട് വലിയ കേമനായിപ്പോയി. അത് കൈകേയി ശരിക്കും അങ്ങോട്ട് മുതലെടുത്തു. ആണോ അല്ലയോ? ഇതൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ബലം ഇല്ലെങ്കിൽ ജീവിതത്തിൽ തളരാനും തകരാനും സാധ്യതകൾ ഉണ്ട്. ഒരു പെൺകുട്ടി അനുഷ്ഠാനം ഉള്ളവളാണെങ്കിൽ അവളെ അത്ര വേഗത്തിൽ ഒരാൾക്ക് തളർത്താൻ പറ്റും. കാരണം പെൺകുട്ടികൾ പൊതുവെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ഹൃദയത്തിൽ വഞ്ചന വന്നാൽ അവർക്കൊരിക്കലും അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെണ്ണ് എളുപ്പത്തിൽ കൂടുതൽ ഇന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. കാരണം അവർക്ക് തോന്നി ഞാൻ സത്യസന്ധമായ ഒരു കാര്യം ചെയ്തു, എന്നെ ഒരാള് ചതിച്ചു, വഞ്ചിച്ചു. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ആൺകുട്ടികൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർ വളരെ കുറവാണ്. നോക്കൂ, ഇതൊക്കെ ഒരു സൈക്കോളജി നമ്മൾ പഠിക്കണ്ടേ? കാലം മുന്നോട്ട് പോകും തോറും. വേണോ വേണ്ടയോ? അപ്പൊ അതുകൊണ്ട് പെൺകുട്ടികളെ കുറേയും കൂടിയും ഉപാസകരാക്കി മാറ്റുന്നത് അതവരെ പണിഷ് ചെയ്യാനല്ല, അവർ ഇരകളായി മാറാതിരിക്കാനാണ്. അപ്പൊ വേണോ അതിന്? അതാണ് നമ്മുടെ ഭാരതത്തിൽ പെൺകുട്ടികളോട് തിങ്കളാഴ്ച വ്രതങ്ങളും ഏകാദശി വ്രതങ്ങളൊക്കെ നോറ്റ് അവരെ അമ്മമാർ കുറച്ചുകൂടി അച്ചടക്കത്തിൽ വളർത്തിയത്. പഴയകാലത്ത് എന്താ പറയാ, നീ കുറച്ചുകൂടി അച്ചടക്കത്തിൽ വളരണം, കുറച്ചുകൂടി ഡിസിപ്ലിനായി. ഈ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ആൺകുട്ടിയുടെ മനഃശാസ്ത്രവും പെണ്ണിന്റെ മനഃശാസ്ത്രവും പറയൂ നിങ്ങൾ, രണ്ടും രണ്ടാണ്. അത് ഈ പെൺകുട്ടി അറിയുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ, ജീവിതത്തിൽ ഒരു നിരാശ വന്നാൽ മാനസികമായി താളം തെറ്റാതിരിക്കാൻ, അതിനെ മറികടക്കാനുള്ള ഒരു കരുത്ത് കൃത്യനിഷ്ഠയിലൂടെയും പറയൂ ഒരു ഇത് പറഞ്ഞു കൊടുക്കണേ. ബലം കണ്ടെത്തേണ്ടത് അനുഷ്ഠാനത്തിലാണ്. ഒരു പെൺകുട്ടി ബലം കണ്ടെത്തേണ്ടത് ഭർത്താവിലല്ല. ഒരുത്തനെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇവനാണ് എൻ്റെ ഒരു ശക്തി എന്നല്ല. ബലം കണ്ടെത്തേണ്ടത് അവർക്ക് പറയൂ അനുഷ്ഠാനത്തിലാണ്. അങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇപ്പം നമ്മൾ വളർത്തിയെടുക്കുന്നത്. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ആണോ? വെറുതെയാണോ ഈ ആത്മഹത്യകൾ കൂടാത്തത്? മാറ്റണ്ടേ? ആരെ മാറ്റണം? നിങ്ങളെ മാറ്റേണ്ട കാര്യമല്ല പറയണത്, ജീവിത രീതികൾ മാറ്റണം. ഇനി രണ്ടാമത്തെ ദേവി പറയുന്നു, ഇവിടെ ഒരു കഥ പറയണം. ഭഗവാൻ പയാദിവ ഗുണേഭ്യ ഒരു ക്രമാന്ത. ജരാസന്ധാദികളൊക്കെ പേടിച്ച് ഭഗവാൻ പറഞ്ഞു, ഞാൻ കടലിലേക്ക്, അതായത് ദ്വാരകയിലേക്ക് ഓടിപ്പോയവനാണ്. ഉടനെ ദേവി പറയാണ്, ശരിയാണ് ഭഗവാനെ, അങ്ങ് ചിലവരിൽ നിന്ന് മാറി നിന്നത് ശരിയാണ്. ഈ ജരാസന്ധാദികളൊക്കെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മധുരയിൽ നിന്നും കൃഷ്ണൻ ഭഗവാൻ ദ്വാരകയിലേക്ക് മാറുന്നത്. എന്നും മധുര യുദ്ധത്തിന്റെ ഭൂമിയായി. അപ്പൊ മധുര വിട്ടിട്ട് അവര് ദ്വാരകയിലേക്ക് പോയി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഭീരുക്കളാണ്. അതിന് ദേവി മറുപടി പറയാണ്, ചിലവരിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഏത് രീതിയിലാണ്? അതായത് ജീവിതത്തിൽ നോക്കൂ, ശ്രദ്ധിക്കണം നിങ്ങൾ, പെൺകുട്ടികള് മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ തന്നെ ഒരു വലിയ വെളിച്ചമാണ്. അപ്പൊ അതിന് ആ വെളിച്ചമായി തീരണമെങ്കിൽ അവൾക്കതിനുള്ളൊരു അറിവും കഴിവും ഉണ്ടാവണം. ഇവിടെ അറിവും കഴിവും ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ നയിക്കാൻ ഒരാൾക്ക് സാധിക്കുള്ളൂ. സ്ത്രീകള് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? സ്ത്രീ ശാക്തീകരണമൊക്കെ ഇപ്പൊ വന്നതാണ്. ഞാൻ പറയില്ലേ, സ്ത്രീകൾ ഹൃദയം കൂടുതലുള്ളവരാണ്. ആ സ്ത്രീക്ക് കുറച്ചൊരു അറിവും കൂടി ഉണ്ടെങ്കിൽ ഒരു ആളോട് പറയുന്നത് ശരിക്കും അവരെ പ്രചോദനമുള്ളതാക്കും. അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ അമ്മമാര് മുത്തശ്ശിമാര് പറയുമ്പോൾ കുട്ടികളിലേക്ക് അത് കൂടുതൽ തട്ടും. ഇപ്പൊ കുറച്ചൊക്കെ ഈ സത്സംഗ സംസ്കാരങ്ങളൊക്കെ ആരിൽ ഉണ്ടാവണം?
അമ്മമാരുടെ പെൺകുട്ടികളുണ്ടാവണം. നോക്കൂ, നിങ്ങൾ ഇത്തരത്തിലൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാഗവതവും രാമായണമൊക്കെ ഒന്ന് വായിക്കുമ്പോണ്ടല്ലോ, ഇപ്പൊ രാമായണമൊക്കെ വായിക്കുന്ന ഒരാള് ഒരു നല്ല ഉപദേശം, നല്ലൊരു വാക്ക് മറ്റൊരാളോട് പറയാൻ സാധിച്ചാൽ തന്നെ അത് തന്നെ കുടുംബജീവിതത്തിൽ ഒരാണിന് ഒരു പെണ്ണിൽ നിന്ന് ചില ജീവിതത്തിന്റെ കുറച്ചൊരു പ്രചോദനം കിട്ടുമ്പോൾ ആ പെൺകുട്ടിയോടൊരു ബഹുമാനം തോന്നും. പറയൂ, തോന്നും. അതുകൊണ്ട് ഈ ഭാഗവതാദി കഥകള് ഇതൊക്കെ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ കുട്ടികളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കത് ഒരു ഉപദേശമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഭർത്താവിനെ പോലും നയിക്കേണ്ടവളാണ് ഭാര്യ. ആ നയിക്കാനുള്ള ഒരു അറിവും കഴിവും ആർക്കുണ്ടാവണം? ഭാര്യയ്ക്കുണ്ടാവണം. എന്നാൽ വെറും ഒരു പെൺകുട്ടിയുണ്ടല്ലോ, ഒരു ജോലിക്കാരി മാത്രമായി കഴിഞ്ഞാൽ ആ സ്ത്രീയോടുള്ള റെസ്പെക്ട് ഒരാണിന് കാലം കൊണ്ട് പറയൂ കൂടുകയാണോ കുറയുകയാണോ? അതുകൊണ്ടാണ് ഇത്രയും ഡിവേഴ്സുകൾ വരുന്നത്. ഈ ഡൈവേഴ്സിനൊക്കെ കാരണം നോക്കൂ, ഒരു പ്രധാന കാരണം അമ്മമാര് മനസ്സിലാക്കുക. ഒരു ആണിനെ സംബന്ധിച്ച് ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. ഒരുപാട് ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, അതിന് ഒന്നിനെക്കുറിച്ചും വ്യക്തത ഇല്ലാത്ത കുറെ കാര്യങ്ങൾ. ചിലപ്പം സാമ്പത്തിക കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. ഈ തരത്തിൽ ഇങ്ങനെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതിനുള്ളൊരു മാർഗം ഒരു ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വഴി ശരിയായിട്ട് വരികയാണെങ്കിൽ ആ ഭാര്യയോട് ഒരു ബഹുമാനം ആർക്കുണ്ടാവും? ഭർത്താവിനുണ്ടാവും. ഉണ്ടാവൂ ഇല്ലയോ? എന്നാൽ ഭാര്യ കുറ്റപ്പെടുത്തുകയാണ്, ഇതിനൊക്കെ എല്ലാറ്റിനും കുറ്റപ്പെടുത്തുകയാണ്. ആ കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ ആ ഭാര്യയോടുള്ള താല്പര്യം കുറയും. പിന്നെ സത്യത്തിലുണ്ടല്ലോ, പെൺകുട്ടികളൊക്കെ ഇത്തിരി മനസ്സിലാക്കുക, നിങ്ങളുടെ സത്യസന്ധത ഒരുപക്ഷെ നിങ്ങൾക്ക് അപകടമായിത്തീരും. ഒരാളെ ഗൈഡ് ചെയ്യുന്നതിന് പകരം ഒരാളെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശനം കൊണ്ട് ജീവിതത്തോടുള്ള ഒരു താല്പര്യം, ഇഷ്ടക്കേട്, കുറ്റപ്പെടുത്തലുകൾ കൂടി വന്ന് പിന്നെ അവഗണന വരും. നിങ്ങൾക്ക് വീണ്ടും രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ നോക്കാം. രാമായണത്തിൽ തന്നെ നമുക്ക് നോക്കാം. ശ്രീരാമസ്വാമി സീതയോട്, ഇത് വാൽമീകി രാമായണത്തിലാണ്, രാവണന്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നു. സീതാദേവിയോട് പറഞ്ഞു, ഈ രൂപത്തിൽ ദേവിയെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ജനങ്ങൾ തെറ്റിദ്ധരിക്കും, രാവണന്റെ കസ്റ്റഡിയിലായതുകൊണ്ട് രാവണൻ ദേവിയെ മിസ്യൂസ് ചെയ്ത് കാണും. അങ്ങനെ ഒരു സംശയം ജനങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ദേവി എന്റെ കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണല്ലോ ദേവി എന്ത് ചെയ്യുന്നത്? അഗ്നി. അപ്പൊ നോക്കൂ, ദേവിക്ക് അപ്പൊ ഒരു പരിഹാരം തോന്നുകയാണ്. രാമൻ എന്നെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ദേവി നെഞ്ചത്തടിച്ച് അലറി വൃത്തികെട്ടവൻ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാത്തിരുന്നിട്ട് നിങ്ങളൊക്കെയാണോ എന്റെ ഭർത്താവ് എന്ന് പറയണത് എന്നൊക്കെ രാമനെ ചീത്ത വിളിച്ചിരുന്നെങ്കിലോ, എന്ന് വിളിച്ചിരുന്നെങ്കിലോ? ഇന്നത്തെ ഭാര്യയാണെങ്കിൽ അതാണോ ചെയ്യുക? ആണോ അല്ലയോ? ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ഈ വൃത്തികെട്ട മനുഷ്യൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നിങ്ങളുടെ വിശ്വാസമില്ല എന്ന്. പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവിടെ, ഉണ്ടാക്കൂല്ലയോ? എന്നാൽ സീത തളർന്നില്ലേ? രാമൻ പറഞ്ഞു, ഓക്കെ ഞാൻ അഗ്നി തെളിയിക്കട്ടെ, ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ലക്ഷ്മണനോട് അഗ്നി കൂട്ടാൻ പറയുന്നു, അതിലേക്ക് ചാടുന്നു. ദേവി അഗ്നിയിൽ നിന്ന് വരുന്നു. ശ്രീരാമസ്വാമിക്ക് സീതയോടുള്ള പറയൂ ആ ഒരു ഉപാസനയും ശക്തിയും ഒരു തരത്തിൽ ജീവിതത്തിൽ തളരാതെ ഒരു പ്രശ്നത്തിനൊരു പ്രതിവിധി കാണിക്കുമ്പോൾ ബഹുമാനം വളരെ കൂടുന്നു. അതുകൊണ്ട് രണ്ടാമത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ മറ്റൊരാളെ നയിക്കേണ്ടവളാണ്. പുരുഷനാൽ നയിക്കേണ്ടവളല്ല ഭർത്താവ്. ആരാണ്? ഭാര്യയാൽ നയിക്കേണ്ടവളാണ് ആര്? ഭർത്താവ്. അതെന്താണത്? കാരണം ഹൃദയശക്തി സ്ത്രീക്ക് കൂടുതലായതുകൊണ്ട് തപശക്തി കൂടി കൂടുമ്പോൾ ആ സ്ത്രീ ഒന്നുകൂടി മാനസികമായി ഉയരും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്?
അതിന് പറ്റുന്ന കഥകളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉയരാൻ സാധിക്കും. നിങ്ങൾ നോക്കും, മഹാഭാരതം എടുത്താലും രാമായണം എടുത്താലും സ്ത്രീകൾ കാരനാണ് സകല പ്രശ്നങ്ങൾ. എല്ലാം സ്ത്രീകൾ കാരനാണ്. പാണ്ഡവന്മാരുടെ കുടുംബ ഇത് നടക്കുകയാണ്, എന്താണ്, ഹൗസ് വാമിങ്. അവിടെ സ്ഥലജല വിഭ്രമം വന്ന് ദുര്യോധനാദികൾ വെള്ളത്തിൽ വീഴുമ്പോൾ പാഞ്ചാലിയൊക്കെ പൊട്ടിച്ചിരിക്കുമ്പോഴാണ് ദുര്യോധനൻ പ്രതിജ്ഞ ചെയ്യുന്നത്, എങ്കിൽ സഭയിൽ വെച്ച് നിന്നെയും അപമാനിക്കും. അപ്പൊ നോക്കൂ, പാഞ്ചാലിയുടെ വസ്ത്രം വലിച്ചു കയറേണ്ടതൊക്കെ വന്ന് പണ്ട് പാഞ്ചാലി ചെയ്തൊരു കാര്യത്തിന് ഒരു പ്രതികാരമായിട്ടാണ് ദുര്യോധനൻ. അപ്പം പാഞ്ചാലിയുടെ വസ്ത്രം കീറിയതോടുകൂടി ദുശാസനന്റെ മാറുകീറും പ്രതിജ്ഞ വന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഈ തരത്തിലൊക്കെ പലതിലേക്കും കടന്നു പോകുമ്പോഴും പാണ്ഡവരൊക്കെ പല സന്ദർഭത്തിൽ തളരുമ്പോഴും ഇവർക്കൊക്കെ ഒരു കരുത്തും ശക്തിയുമായി നിന്നത് പറയൂ പാഞ്ചാലിയും കൂട്ടരാണ്. പാഞ്ചാലിയുടെ ആ തപസ് തന്നെയാണത്. തൻ്റെ 5 മക്കൾ മരിച്ചിട്ടും തളരാത്തൊരു പാഞ്ചാലിയൊക്കെ നിങ്ങൾക്ക് മഹാഭാരതത്തിൽ കാണാം. ഇതൊക്കെ അവർക്ക് കിട്ടിയത് അവരുടെ കൃത്യനിഷ്ഠ കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും പറയാനുള്ള ഒരു കഴിവ് അവരിൽ ഉറക്കെ പറയൂ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടൊരു സ്ത്രീ ഭർത്താവിനെ നയിക്കേണ്ടവളാണ്, തപസ്സുള്ളവളാവണം, നയിക്കാൻ കഴിയണം. പിന്നെ എന്താ പറയണത്? ത്വൽപാദപത്മമകരന്ദജുഷം മുനീനം വർമാസ്ഫുടം നൃപശുഭിർനനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമതോ അനുയേ ഭവന്തം. അതായത് ഭഗവാൻ ഇവിടെ പറഞ്ഞു, എൻ്റെ കൂടെ എപ്പോഴും ലൗകിക താല്പര്യമുള്ളവരല്ല, എൻ്റെ കൂടെ എപ്പോഴും ആത്മീയ വിചാരമുള്ളവരാണ് കൂടുതലുണ്ടാവുക. ദേവി അതുകൊണ്ട് എൻ്റെ കൂടെ സന്യാസിമാര് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. ദേവിക്കാണെങ്കിൽ ലൗകിക ജീവിതത്തോടാണ് താല്പര്യം. അതുകൊണ്ട് ദേവി എൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എന്നാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ദേവി പറയാണ്, ഭഗവാനെ അങ്ങയുടെ കൂടെ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലും അങ്ങയെപ്പോലെ മാനസികമായി ഉയരാൻ സാധിക്കുക. അതുകൊണ്ട് അങ്ങയെ സേവിക്കാൻ എനിക്കും മറ്റുള്ളവരെ പോലെ അങ്ങയൊന്ന് സേവിച്ചുകൊണ്ട് അങ്ങയുടെ കൂടെ ഉയരാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ എൻ്റെ ജന്മം സഫലമായി തീർന്നു. ഇതാണ് മൂന്നാമത്തെ കാര്യം പഠിക്കുന്നത്. അതെന്താണത്? ജീവിതത്തിലെ ഏറ്റവും ഒരു സന്തോഷം എന്ന് പറയുന്നത് സേവനത്തിൽ കണ്ടെത്തണം. എന്താണ് ഈ സേവനം എന്ന് പറഞ്ഞാൽ? ഏത് കാര്യങ്ങളും നമ്മൾ നിരന്തരം 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 ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറും. ഇപ്പൊ നോക്കൂ, അമ്മമാർ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കണം, ഈ ആഹാരമൊക്കെ വെക്കുന്നതുണ്ടല്ലോ, ഇന്ന് പണ്ടത്തെ പോലെ അമ്മമാരുടെ കൈപ്പുണ്യമൊന്നും ഇന്നത്തെ കുട്ടികളിൽ കുറവാണ്. എന്തുകൊണ്ടാണ് അമ്മമാർക്ക് ഇത്ര കൈപ്പുണ്യം? കാരണം ചെറുപ്പത്തിൽ തന്നെ അവരുടെ അമ്മമാരിൽ നിന്നും ശീലിച്ചു വന്നാണ്. ഇന്നത് 12ാം ക്ലാസ് അല്ലെങ്കിൽ 12th വരെ ഒന്നും അടുക്കളയിൽ കയറണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാ പലരും അടുക്കള കാണുന്നത്. അതും സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ അമ്മ ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഈ തരത്തിലൊക്കെ കുട്ടികളെ വളർത്തുമ്പോൾ പിന്നീട് ആ കുട്ടികൾ ആഹാരം ഉണ്ടാക്കിയാൽ അതിനൊന്നും രുചി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഭർത്താവും ഒക്കെ പുറത്തുനിന്ന് കഴിക്കുന്ന ശീലമുള്ളവരാവും. ഒരു അമ്മയുടെ ആഹാര രീതി തന്നെ നഷ്ടപ്പെട്ടാൽ അമ്മയോടുള്ള ബഹുമാനം കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങൾ ശീലിച്ചെടുക്കുക തന്നെ വേണം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് ആഹാരം. ആ ആഹാരം എത്ര കണ്ട് നല്ല വൃത്തിയായിട്ടും, വൃത്തി പറഞ്ഞാൽ സ്വാദിഷ്ടമായി തീരുന്നുണ്ടോ അത്രയും ആ അമ്മയോടുള്ള ബഹുമാനം കൂടും. ഉണ്ടോ ഇല്ലയോ? ശരിയാണോ? അപ്പൊ ആ ബഹുമാനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആഹാരം സ്വാദിഷ്ടമാവണം. അതിനെന്ത് വേണം? ഒരു നല്ല മനസ്സോടുകൂടി ഒരു കാര്യം ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അതാണ് ഈ ഉപാസന കൊണ്ടൊക്കെ കിട്ടുന്ന ശക്തി. ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടിയും ടേസ്റ്റും രസവും ഒക്കെ കൂടും. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി മാത്രം ചെയ്യുന്നതല്ല. ഒരു പെൺകുട്ടി മുന്നേ നടന്നാൽ ബാക്കിയെല്ലാം അതിൻ്റെ പുറകിലായി മാറും. ഒരു കുടുംബം അപ്പോഴാണ് രൂപപ്പെടുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് നയിക്കേണ്ടവളല്ല ഭാര്യ,
കാരണം ഭാര്യയിൽ ഒരു അമ്മയുണ്ട്, ഭാര്യയിൽ ഒരു ലക്ഷ്മിയുണ്ട്, ഭാര്യയിൽ ഒരു അന്നപൂർണയുണ്ട്. ഉണ്ടോ? ഉണ്ടോ? അതിനെല്ലാം ഒരു ഭാര്യ പുറത്തെടുക്കുമ്പോൾ ആ അമ്മയിൽ നിന്ന് വിട്ട്, അല്ലെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് വിട്ട് ഭർത്താവിന് വേറൊന്നിലേക്കും പോകുന്നില്ല. അവിടെയാണ് സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ആണോ? സ്നേഹബന്ധങ്ങൾ എവിടെ ഉണ്ടാവുന്നത്? അത്തരത്തിലുള്ള ഒരു കുടുംബ ബന്ധങ്ങളിലാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഉണ്ടല്ലോ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയൊരു ദിവ്യമായ സ്ഥാനം വെച്ചത്. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് നമ്മൾ താഴോട്ട് പോയപ്പോഴാണ് ഒരു വലിയ ദുരന്തം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ടമാനം ഡിവോഴ്സുകളും കണ്ടമാനം കുടുംബ കലഹങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും ആണോ? പറയൂ. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ അല്പം ഒന്ന് പെൺകുട്ടികൾ ശ്രദ്ധ വെച്ചാൽ സാധിക്കും. അപ്പൊ 4 കാര്യങ്ങൾ കുട്ടികൾ പഠിക്കണം. ഇത്രയെങ്കിലും നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. 1, ശക്തി അനുഷ്ഠാനത്തിൽ കണ്ടെത്തണം. എവിടെയാണ്? 2, താനാണ് മറ്റുള്ളവരെ നയിക്കേണ്ടതെന്നൊരു ബോധം. അപ്പൊ ആ നയിക്കാനുള്ള കുറച്ച് അറിവുകൾ ഉണ്ടാവണം. ആ അറിവിനാണ് നമ്മൾ ഭാഗവതവും മറ്റുമൊക്കെ വായിക്കുന്നൊരു ശീലങ്ങളുണ്ടാവും. അപ്പൊ അതിന്ന് കുറെ കഥകളൊക്കെ മനസ്സിലാവും. ഈ കഥകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ ഭാഗവതമൊക്കെ വായിക്കണം ഞാൻ പറയാൻ കാരണം ഇന്നിപ്പോ നമുക്കതേ പറ്റുള്ളൂ. പഴയ കാലത്തൊക്കെ സത്സംഗങ്ങൾ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞ് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ അങ്ങനെ പറഞ്ഞു തരാനുള്ള സത്സംഗങ്ങളൊക്കെ താരതമ്യേന പറയൂ കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ടാക്കണം. 2, താനാണ് മറ്റുള്ളവരെ നയിക്കേണ്ടത്. 3, തൻ്റെ സേവനം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ സേവനമുണ്ടല്ലോ, ആ സേവനത്തിലാണ് തന്നോട് മറ്റുള്ളവർക്ക് ഒരു ബഹുമാനം കൂടി വരുന്നത്. ആ ബഹുമാനം ഉണ്ടാവണമെങ്കിൽ സേവനം വേണം. ഇപ്പൊ ഒരു മടിയുണ്ടാവാതെ അടുക്കളയിൽ പോകാൻ, ഒരു വീട് കൊണ്ടു നടക്കാൻ, ആ വീടിന്റെ തന്നെ ഐശ്വര്യമാണത്. ആണോ? ഇത് നോക്കൂ, ഞാൻ പെൺകുട്ടികളെ വല്ല അരാസിയില്ല. കുറേ കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പറയുന്നത് പോലെ ആൺകുട്ടികളും ജീവിക്കും, മക്കളും ജീവിക്കും. ഉണ്ടോ? ആ ഒരു ലെവലിലേക്ക് മക്കളും ഉയർന്നു വരും. ഒരു ഊർജമാണ് അവിടെ അമ്മ. ഇനി 4മത്തെ കാര്യമാണ്, ഒരു അമ്മ വേണം ഈ മക്കളെയൊക്കെ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ ആചരിപ്പിക്കാൻ. അമ്മ ആചരിച്ചാൽ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം? ആചരിപ്പിച്ച് ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം. ഒരു സ്ത്രീ ഒരു ഗുരുവാണ്. ആ സ്ത്രീ വിചാരിച്ചാൽ ഒരു ഗുരുകുലം തന്നെ വീട്ടിലുണ്ടാക്കാം. മനസ്സിലാവുണ്ടല്ലോ? ആചരിക്കണം, നല്ല കാര്യങ്ങളിൽ അവരെ നയിക്കണം, നല്ല കാര്യങ്ങളിലേക്ക് നയിക്കണം. പിന്നെ ആ സേവനത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കണം. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ആചരിച്ചാലേ അമ്മ ആചരിച്ചാലേ മറ്റുള്ളവരെ കൊണ്ട്. അപ്പൊ അങ്ങനൊരു ആചരണം നമ്മുടെ ഹിന്ദു മതത്തിൽ കുറഞ്ഞു. കുട്ടികൾ അതുകൊണ്ട് മൊബൈലിലും കാർട്ടൂൺ നെറ്റ്വർക്കിലും അഡിക്റ്റഡായി, പറഞ്ഞനുസരിക്കാത്തവരായി. എന്നിട്ട് അമ്മമാര് ദുഃഖിക്കുകയാണ്. കൗൺസിലിങ്ങിനോട് ഏറ്റവും കൂടുതൽ കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത് നമ്മുടെ ഹിന്ദു സൊസൈറ്റിയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എവിടുന്നാ ഇതൊക്കെ തുടങ്ങിയത്? പ്രശ്നങ്ങൾ എവിടുന്നാ തുടങ്ങിയത്? നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്ന്. ഇതൊരു മാറ്റം വരുത്തണ്ടേ? വേണോ? ഇനിയെങ്കിലും നമ്മൾ ഈ റൂട്ടിലൂടെ പോയാൽ, നിങ്ങൾ നോക്കൂ, എവിടെ ഡിവോഴ്സ് എവിടെ നടക്കണത്? ഒന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആഴവും തീവ്രതയും കരുതലും ഒക്കെ വളരെ കൂടുതലായി വന്ന് നല്ല സമൂഹം വാർത്തെടുക്കാൻ പറ്റും. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? ആ തരത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ 5000 വർഷം മുമ്പ് ഭാവന ചെയ്തിരുന്നു വേദവ്യാസ മഹർഷി. അതാണ് നമ്മൾ ഈ കാണുന്ന കർഹിജിത് അധ്യായം. അപ്പൊ അവിടെ കൃഷ്ണൻ ഇതൊക്കെ കേട്ടിട്ട്, ദേവി ഇതൊക്കെ പറയുമ്പോഴല്ലോ, കൃഷ്ണനു രുക്മിണീ ദേവിയോട് അത്യധികം ബഹുമാനം. ആ ദേവിയോട് പറയണം, സത്യത്തിൽ ഞാൻ ഇതൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ
ദേവിയെ പ്രകോപിപ്പിച്ചത്. നോക്കൂ, നിങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് 49-ാം ശ്ലോകം. സ്വാദ്യേതത് ശ്രോതുകാമൈസ്ത്വം രാജപുത്രീ പ്രലംബിത മയോതിതം യതന്വാത്ത സർവം തൽ സത്യമേവ ഹി. ദേവി, ഇതൊക്കെ ദേവിയിൽ നിന്നൊന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ദേവിയെ പ്രകോപിപ്പിച്ചത്. കാരണം ദേവിക്ക് ഇത്രയും അറിവുകളുണ്ടെന്ന് എനിക്കറിയാം. ഈ അറിവ് ലോകോപകാരമാക്കി മാറ്റണം. അതുകൊണ്ട് ദേവിയെ ഞാൻ ഉപേക്ഷിക്കും തോന്നുന്നുണ്ടോ? കാരണം ദേവി എനിക്ക് അത്രയും ജീവിതം സമർപ്പിച്ചവളാണ്. സഹോദരൻ ദേവിയെ വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടും മറ്റൊരാൾ ദേവിയെ കൊണ്ടുപോകാൻ തയ്യാറായി നിന്നിട്ടും ദേവി എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദേവിയിൽ അത്രയും ഒരു ഭക്തി ഉള്ളത് കൊണ്ടാണ് ദേവിയെ ഞാൻ ഒരിക്കലും കൈവിടില്ല ദേവി എന്ന് പറഞ്ഞ ഭഗവാൻ ആ ദേവിയെ അനുഗ്രഹിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് ഏത്? 60-ാമത്തെ. എന്തുകൊണ്ടാണ് കൈവിടാത്തത്? ദേവിക്ക് അങ്ങനെയുള്ള കൃത്യമായൊരു പറയൂ അനുഷ്ഠാനമുണ്ട്. അപ്പൊ അതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? അനുഷ്ഠാനമുള്ളവരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. അപ്പൊ ഈ കൈവിടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളത് അതല്ല അതിനർത്ഥം. കൈവിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ ജീവിതം വന്നാലും പ്രതികൂലമായത് വന്നാലും ആ വ്യക്തികൾ അങ്ങനെ പറയൂ തളരുകയില്ല. അപ്പൊ നിങ്ങളൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, മക്കൾ ഉണ്ടെങ്കിലേ സുഖമായിട്ടിരിക്കുള്ളൂ എന്നില്ല. മക്കൾ പറയാണ് ഞങ്ങൾ 10 ദിവസം പോവുകയാണ്, അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോയിന്നും പറയണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണം 10 ദിവസം ഭാഗവതമൊക്കെ വായിക്കാൻ പരമസുഖം, 15 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും മതി. ഈ ഒരു ധൈര്യം വേണം. അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടോ ഇവിടെ? എവിടെ ഉണ്ട്? കണ്ണ് പൊടിയിട്ടാ കാണാൻ പറ്റില്ല. അപ്പോഴേക്കും പറയും ഞാനും പോവാണ് എവിടെയെങ്കിലുമൊക്കെ എന്ന്. അപ്പൊ ആ തരത്തിലൊരു ദുർബലന്മാരുടെ ഒരു ലോകമായി നമ്മുടെ. ആരുമില്ലെങ്കിലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. അതിങ്ങനെ സീരിയലും കണ്ട് വായും പൊളിച്ചിരിക്കാനല്ല, മനസ്സിലായില്ലേ? പലവരെയും തോണ്ടിയിരിക്കാനുള്ളതല്ല. നമുക്ക് ജീവിതത്തിൽ ഇതിലൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിലല്ലോ. സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. നമുക്കിപ്പോ നമ്മൾ 7-8 ദിവസം ഇവിടെ ഇരിക്കണം, എത്ര കാര്യങ്ങൾ പറയണോ പഠിക്കണോ. ഇതിലൊരു താല്പര്യം വന്നാൽ സമയം ഒരിക്കലും പോവില്ല. മീൻസ് നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ആത്മോപതി ശതകത്തിൽ പറയും, പരയുടെ പാൽനുകർന്ന ഭാഗ്യവാന്മാർക്ക് 100 അരനൊടി നിമിഷം പോലെ തോന്നും, അറിവ് അപരാപ്രകൃതിക്കു വിധേയമായൽ 1 അരനൊടി 100 പോലെ തോന്നും. വളരെ മനോഹരമായൊരു കൃതിയാണ് ആത്മോപദേശ ശതകം. 100ഓളം ശ്ലോകങ്ങളുണ്ട്. നാരായണ ഗുരുദേവന്റെ മനോഹരമായ കൃതി. എന്താ പറയുന്നത്? ആരുടെ മനസ്സാണോ പരയുടെ പാൽനുകർന്ന, പര എന്നൊക്കെ പറഞ്ഞാൽ അനുഷ്ഠാനം എന്നാണ് അർത്ഥം. അനുഷ്ഠാനത്തിൽ മനസ്സ് ലയിക്കുന്ന ഒരാൾക്ക് 100 അരനൊടി നിമിഷം പോലെ തോന്നും എന്ന് പറഞ്ഞാൽ സമയം പോന്ന. എന്നാൽ അറിവ് അപരാപ്രകൃതിക്കു വിധേയമായ അറിവ് എന്ന് പറഞ്ഞാൽ ഭൗതികമായതിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ 100 അരനൊടി 100 പോലെ തോന്നും എന്ന് വെച്ചാൽ സമയം പോവില്ല. എന്തെങ്കിലും ഒരു മനോവിഷമം വന്നിട്ട് നിങ്ങളൊന്ന് കടന്നു നോക്കൂ, ഉറക്കെന്ന് പറയുന്ന സാധനം വരില്ല. എന്നാൽ നിങ്ങളിങ്ങനെ ഓരോ കാര്യത്തിൽ അങ്ങനെ രസിച്ച് കഴിഞ്ഞാൽ സമയം, ഇതിലൊരു രസം കിട്ടണം. രാമായണം നിങ്ങൾക്ക് രസിച്ചും വായിക്കാം, രാമായണം നിങ്ങൾക്ക് തീർത്തും വായിക്കാം. എങ്ങനെങ്കിലും കർക്കിടക മാസം ഒന്ന് തീരുന്നത് വരെ അതൊന്ന് വായിച്ച് തീർക്കാം. അങ്ങനെ വായിക്കുന്നവരുണ്ട്, ഉണ്ടോ? ഇതിൽ രസമുള്ളവരെങ്ങനെങ്കിലും അത് മനസ്സിലാക്കി വായിക്കുന്നു. അല്ലെങ്കിൽ ആ സുന്ദരകാന്ഡം നിങ്ങൾ അമലം എന്നാൽ ഇങ്ങനെ കറങ്ങിയിരിക്കും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ രാമായണം വായിച്ചാലും കാര്യമൊന്നുമില്ല. മരുമകള് MA മലയാളമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ കാറ്ററാക്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ വായിക്കടീന്ന്. ഈ മരുമകൾ രാമായണം എടുത്ത് വായിച്ചു. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്, അല്ല അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അതൊക്കെ ഈ ന്യൂജൻ ടൈപ്പുകളാണ്.
അപ്പം പറഞ്ഞപ്പോ അവളുടെ അടുത്ത് വായിക്കുകയാണ്, ഇത്തം ഓരോന്ന് ചിന്തിച്ച നേരത്തെ രാമനും തോർത്തില്ല, ലക്ഷ്മണനും തോർത്തില്ല. ഉടനെ അമ്മ പറഞ്ഞു നിർത്തിക്കോളൂ എന്ന്. കാരണം ഇവരൊന്നും തോർത്തെടുത്തിട്ടൊന്നുമല്ല കാട്ടിപ്പോയത്. ഈ കോലത്തിലൊക്കെ വായിക്കുന്ന മരുമക്കളെ ആരെ ചവിട്ടി പുറത്താക്കാതിരിക്കുക. എന്നാൽ കുറച്ച് ഇതിലൊക്കെ രസം ഉണ്ടെങ്കിൽ സമയം ഒരു രസമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഓരോ ഭാവം ഉൾക്കൊണ്ട് വായിക്കാൻ ഒരു രസമാണ്. ആണോ? എത്ര പേര് അത് ആസ്വദിച്ച് വായിക്കുന്നവരുണ്ട്? ബാക്കിയൊക്കെ കണക്ക് തന്നെ. അപ്പൊ അങ്ങനെ ഒരു ജീവിതം വാർത്തെടുക്കണം, ഒരു ഡിസിപ്ലിൻ ആക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വീട്ടിലങ്ങനെ കുറച്ച് പച്ചക്കറിയും തോണ്ടി പിന്നെ അവിടെ ഇവിടെ മാറാലും തട്ടി വീട്ടിലെ പേപ്പർ കൊടുത്ത് വെക്കുന്നതാണ് ജീവിതം. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആണെന്ന്. എന്താ എൻഗേജ്ഡ്? ഈ പേപ്പർ തട്ടി വെക്കുന്നതാണ്, എന്നിട്ട് അത് ഇപ്പുറത്ത് തന്നെ കൊണ്ടുപോയിടും ടീപ്പോയിൽ. ഈ തരത്തിലുള്ള ഒരു ജീവിതമല്ല നമുക്ക്. അതൊരു ഭാഗത്ത് കിടക്കട്ടെ. അല്ലാതെ തന്നെ നമുക്ക് ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ നിങ്ങളൊന്ന് കൊണ്ടു നടന്നൊക്കെ ഒരു 5 മണിക്ക് എണീറ്റു, കുളി കഴിഞ്ഞ് ഇത്തിരി പ്രാണായാമോ, കുറച്ച് എന്താ പറയാ നാമജപവും, എന്നിട്ട് അമ്പലത്തിൽ പോയി ഒരു 108. നിങ്ങൾ ഇന്നലത്തെ പത്രം ഉണ്ടായിരുന്നു, ഒരു 4000 അടി ഒരാൾ ദിവസവും നടന്നാൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നുള്ള ഒരു റിസർച്ച് അമേരിക്കക്കാർ കണ്ടുപിടിച്ചിരിക്കുക. ദിവസം ഒരു 4000 അടി നടന്നാൽ മതി. അപ്പോഴാണ് നമ്മൾ തെറ്റിച്ചത്. ഇപ്പൊ ഒരു അമ്പലത്തിൽ പോയി കുറച്ച് എന്ത് ചെയ്യണം, ഒരു 108 തവണ നാമൊക്കെ ചൊല്ലി അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി നോക്കൂ. കുറച്ചു നേരം ഭാഗവതോ ഭഗവത്ഗീതയൊക്കെ വായിച്ച് സമയം കടന്നു പോകുന്നത് വൈകുന്നേരം ലളിതാസ്. ഇതൊരു ശീലമാക്കുമ്പോണ്ടല്ലോ മനസ്സ് ക്രമേണ മനോബലവും മനസ്സന്തോഷവും ഒക്കെ കൈവരിക്കും. ഇതൊക്കെ താനെ വരുമെന്ന് സ്വപ്നം വിചാരിച്ചിട്ട് പ്രയത്നേന ഉദ്യമേന സിദ്ധ്യന്തി. എങ്ങനെ കിട്ടുള്ളൂ? അപ്പൊ ആര് ഉദ്യമേന വേണം? ആര് ചെയ്യണം? രാവിലെ എണീറ്റൊക്കെ ശീലിക്കൂ. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞത്.